അടുത്ത വ്യാഴാഴ്ചയല്ലേ കോളേജ് തുറക്കുന്നത്? അപ്പൊ ബുധനാഴ്ച നിനക്ക് പോണം. അതെ. നമുക്ക് ഒരു പിക്നിക്ക് പോയാലോ? നമ്മുടെ എസ്റ്റേറ്റില് ഒരു 1 night over stay. താങ്ക് യു അപ്പ, യു ആർ ഗ്രേറ്റ്. ഒരു വഴിക്ക് പോവല്ലേ, ഒരു കമ്പനിക്ക് വേണമെങ്കിൽ ഗീതുവിനോട് കൂട്ടാം. ഞാൻ മണിയനോട് പറഞ്ഞോളാം. അപ്പാ എന്നാ പേടിക്കണ്ട, അവകാശവാദവുമായിട്ട് വന്നൊന്നുമല്ല. മണിയണ്ണനെല്ലാം എന്നോട് പറഞ്ഞിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല ശ്രീ. ഞാൻ എന്റെ മനസ്സിൽ പഠിത്തം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒന്നും ആശിച്ചിരുന്നില്ല. ആശയോടെ തിരഞ്ഞെടുത്ത ഈ പ്രൊഫഷൻ, ഹോസ്പിറ്റൽ, രോഗികൾ, അവരുടെ ചികിത്സ, അതിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ജീവിതം. മണിയണ്ണ നിർബന്ധിക്കുമ്പോഴൊക്കെ വേറൊന്നും മനസ്സിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കൊണ്ടുവന്ന പ്രപ്പോസൽസ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ പ്രൊഫഷനിൽ മാത്രം മനസ്സർപ്പിച്ച് കഴിയുന്ന ഡോക്ടറുമായി മുൻപില്ലാത്തവണ്ണം കൂടുതൽ ഇടപഴകിയപ്പോ അറിയാതെ ശ്രീ, ഞാൻ പറഞ്ഞല്ലോ മണിയണ്ണൻ എല്ലാം പറഞ്ഞുവെന്ന്. ഒന്നും മറയ്ക്കാതെ എല്ലാം തുറന്നു പറഞ്ഞ ഈ മനസ്സ്, മകന് വേണ്ടി മാത്രം ഒഴിഞ്ഞുവെച്ച ഈ ജീവിതം, അതിനിടയിൽ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കില്ലെന്ന ശാഠ്യം എന്റെ ഉള്ളിൽ ഡോക്ടറുടെ ചിത്രത്തിന് തിളക്കം കൂട്ടിയതേ ഉള്ളൂ. പക്ഷേ എപ്പോഴെങ്കിലും ഇനിയൊരു ജീവിതമാകാമെന്ന് തോന്നിയാൽ അന്ന് ശ്രീ, ഒരു പക്ഷേ ഒരിക്കലും തോന്നിയില്ലെങ്കിലോ എന്ന് ഒരു പ്രോമിസ് പോലും ഞാൻ ആവശ്യപ്പെടില്ല. ഈ നല്ല മനസ്സിന് മുൻപിൽ എന്നോട് ക്ഷമിക്കൂ ശ്രീലക്ഷ്മി. വിധിയും ദൈവങ്ങളും എന്നും എന്നെ വ്യാമോഹിപ്പിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി ഒരാൾക്ക് ആശ കൊടുത്ത് ഇല്ല, എനിക്കതിന് ധൈര്യമില്ല. എനിക്കത് മനസ്സിലാവും. ദൂരെ നിന്ന് അത്രയെങ്കിലും മനസ്സിലാക്കുവാനുള്ള സ്വാതന്ത്ര്യം അതുകൂടി നിഷേധിക്കരുത്. ശ്രീ, ആർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കാനുണ്ടാവുക, അത്രയെങ്കിലും ഭാഗ്യം എനിക്ക് തന്നൂടെ? ഞാനും അപ്പാവും ഇതുവരെ പിരിഞ്ഞ് താമസിച്ചിട്ടേയില്ല. ഹോസ്റ്റലിലെ കമ്പനിയും അവിടുത്തെ അറ്റ്മോസ്ഫിയറും കൊണ്ട് ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? പിന്നെ പോരാത്തതിന് ആഴ്ചതോറും നിന്റെ കത്തും. ആഴ്ചതോറും മതിയോ? ഡെയിലി ആകുന്നോണ്ട് വിരോധമൊന്നുമില്ല.
പക്ഷെ ദിവസം ഒന്നിൽ കൂടുതൽ വേണ്ട. അല്ലെങ്കിൽ നിന്റെ ലെറ്റേഴ്സ് വായിക്കാൻ എനിക്ക് സമയം കാണും. എന്റെ എഞ്ചിനീയറിംഗ് പഠിത്തം വഴി കിടക്കും. പക്ഷെ പാവം അപ്പ ഒറ്റയ്ക്കിരുന്ന് വളരെ ഡിപ്രസ്ഡ് ആവും. അതിന് ഞാൻ അനുവദിച്ചിട്ട് വേണ്ടേ? ആഴ്ചയിൽ മിനിമം ഒരു 3 തവണ എന്റെ ഒരു വിസിറ്റ് ഉണ്ടാവും. അങ്കിളിന് കമ്പനി കൊടുത്ത് ചേർപ്പ് ചെയ്ത് സ്മാർട്ട് ആക്കും. രാജു കൂടെ ഇല്ല എന്നൊരു ഫീലിംഗ് പോലും അങ്കിളിനുണ്ടാവില്ല. കണ്ടോളൂ, പ്രോമിസ്. ഓക്കേ തു, യു ആർ സോ സ്വീറ്റ്. അതെന്നോട് കടമയാക്കും രാജു. പാരുകണ്ണ, ഡെയിലി ഞാൻ നിനക്ക് ഓരോ കത്തയക്കും, അതുപോലെ നീ എനിക്കും. ഓക്കെ. പിന്നെ വീക്ക്ലി ട്വൈസ്. நான் வரேன். வேண்டாண்டா, எவ்வளவு தூரம் இருக்கு தெரியுமா? வேணா நான் அங்க வந்து உன்னை பாத்துக்கிறேன். വെക്കേഷന് மட்டும் വന്നാ മതി. ഹോളിഡേയ്സിലൊക്കെ അവിടെ ഇരുന്ന് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പൊ പിന്നെ വീക്ക്ലി ട്വൈസ് എന്ന് പറഞ്ഞതോ? അതോ വീക്ക്ലി ട്വൈസ്, എല്ലാ വ്യാഴാഴ്ചയും മധ്യാഹ്നം പുറത്ത് അറൌണ്ട് 4-4:30 ഞാൻ നിനക്കൊരു ഫോൺ ചെയ്യും. നീ ഹോസ്റ്റലിൽ ഫോണിന്റെ അടുത്ത് വെയിറ്റ് ചെയ്യണം. ആൻഡ് എല്ലാ ശനിയാഴ്ചയും അതെന്നോട് ഓപ്പറേഷൻ ഡേ ആക്കുമേ, അറൌണ്ട് ദ സെയിം ടൈം 4-4:30 നീ എനിക്കൊരു കോൾ ബുക്ക് ചെയ്യണം. ഐ വിൽ വെയിറ്റ് ഫോർ യുവർ കോൾ ഇൻ ദ ഹോസ്പിറ്റൽ. ഡൺ ബോസ്. Be smart, man. ഒന്നും മറന്നിട്ടില്ലല്ലോ? ഇല്ല. പാട്ടിയോട് യാത്ര വയ്ക്കേ. നന്നാ പഠിക്കണുണ്ടാ, ദീർഘായുസായിരുടാ. இனிமே நான் உன்னை எப்படா பார்க்க போறேன்? நான் வெக்கேஷனுக்கு வருவேனே பாட்டி. பாட்டி, நீ தானே நேத்தைக்கு சொன்னேன் வருத்தப்படக்கூடாதுன்னு. அப்பா, நீங்க സ്റ്റേഷനുക്ക് വര വേണ്ട. വന്നാൽ വണ്ടി പുറപ്പെടുമ്പോ നമ്മൾ രണ്ടാളും വേണ്ട அப்பா. சரிடா கண்ணா, அம்மா முன்னாடி போய் தொழுதுட்டு வா. நான் போயிட்டு வரேம்மா. அப்பாவை நல்லா கவனிச்சுக்கோ. ഇറങ്ങ വേണ്ട. ബാലു, എന്താ ബാലു, നീ വരില്ലേ സ്റ്റേഷനിലേക്ക്? ഞാൻ വേണ്ട, വെറുതെ എന്തിനാ? നിങ്ങളെല്ലാവരും വരുന്നുണ്ടല്ലോ, അതുവേ പോതും. പിന്നെ പാർട്ടിയുടെ ഒറ്റയ്ക്ക് തന്നെ. ஏன் லைட் போடல? ஏண்டா லைட்ட போட்டே? அவன் கொஞ்ச நாள் இருட்டுல உட்கார்ந்துருந்தான்னா மனசுக்கு நிம்மதியா இருக்கும். அது எங்க உனக்கு தெரிய போறது? மணியண்ணாவுக்கு காஃபி. காஃபியா? இப்ப டைம் என்னாச்சு தெரியுமா? 7:30. இந்த டைம்ல யாராவது காஃபி சாப்பிடுவாங்களா? பாட்டி, ஒரு குப்பி ஐஸ் வாட்டர், 2 கிளாஸ். நாங்க அந்த லோன்ல இருக்கோம்.